പ്രിയ കർഷകരെ, ഇന്ത്യയിലെ പ്രധാന ഉൽപ്പന്നം അരിയാണ്. പുതിയ മൂല്യം നൽകുന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വരുന്നു. ഓപ്പൺ മാർക്കറ്റിൽ എത്താൻ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ഓപ്പൺ മാർക്കറ്റ് ആക്സസ് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. കർഷകർക്കും എഫ്പിഒകൾക്കും ലാഭം നൽകുന്ന പുതിയ ഉൽപ്പന്ന ലൈനുകൾ നിർമ്മിക്കുന്നതിന് അരി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന് ഇന്ത്യയിലെമ്പാടുമുള്ള ചില ഉദാഹരണങ്ങൾ ഇതാ. അരിമാവ്, ബേക്കിംഗ്, കട്ടിയാക്കൽ സോസുകൾ, ഇടിയപ്പം, ദോശകൾ തുടങ്ങിയ പരമ്പരാഗത ലഘുഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് ഉൾപ്പെടെ വിവിധ പാചകപ്രയോഗങ്ങളിൽ ഉപയോഗിക്കുന്നു. ഉപമ മിക്സ്, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, പൊതുഭക്ഷണശാലകൾ എന്നിവ ഉപയോഗിക്കുന്ന ഈ ഉൽപ്പന്നവും ഉയർന്ന മാർക്കറ്റ് പിടിക്കുന്നു. 3. കഞ്ഞി മിശ്രിതം. വിവരണം: വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രചാരത്തിലുള്ള ഒരു പരമ്പരാഗത അരികഞ്ഞിയാണ് കഞ്ഞി. ഇത് പലപ്പോഴും സുഖകരവും പോഷകപ്രദവുമായ ഭക്ഷണമായി ഉപയോഗിക്കുന്നു, പ്രത്യേകിച്ച് രോഗാവസ്ഥയിലോ പ്രഭാത ഭക്ഷണത്തിനോ. 4. കൊഴക്കട്ട മാവ്. കൊഴക്കട്ട, കൊഴുക്കട്ട എന്നും അറിയപ്പെടുന്നു. അരിപ്പൊടിയിൽ നിന്ന് ഉണ്ടാക്കുന്ന ദക്ഷിണേന്ത്യൻ ആവിയിൽ വേവിച്ച് പറഞ്ഞല്ലോ, പലപ്പോഴും മധുരമോ രുചിയുള്ളതോ ആയ പൂരിപ്പിക്കൽ കൊണ്ട് നിറയ്ക്കുന്നു. ഗണേശ ചതുർത്ഥി പോലുള്ള ആഘോഷവേളകളിൽ ഇവ ജനപ്രിയമാണ്. 5. ഇഡ്ഡലിയും ദോശ ബാറ്ററും. ദക്ഷിണേന്ത്യൻ പാചകരീതിയിലെ പ്രധാന വിഭവങ്ങളാണ് ഇഡ്ഡലിയും ദോശയും. ഇഡ്ലി ഒരു തരം ആവിയിൽ വേവിച്ച റൈസ് കേക്കാണ്, അതേസമയം ദോശ പുളിപ്പിച്ച അരിയും ഒറാട് പയറും, കറുമ്പ്, മാവ് എന്നിവയിൽ നിന്നുണ്ടാക്കുന്ന ശാന്തവും നേർത്തതുമായ ക്രേപ്പാണ്.